ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഒരിക്കലും ഒരാൾക്ക് വേണ്ടിയും ധ്യാനം ചെയ്യരുത്. ധ്യാനത്തിൽ ആർക്ക് വേണ്ടിയും ഒന്നും സങ്കല്പിക്കരുത്. നമ്മുടെ മക്കൾക്കോ പേരക്കുട്ടികൾക്കോ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കോ വേണ്ടി ഒരിക്കലും നമ്മൾ നമ്മുടെ ധ്യാനശക്തിയെ ദുർവിനിയോഗം ചെയ്യരുത്. ഇത് വിശ്വനിയമമാണ്. എന്താ വെച്ചാൽ നമ്മളുടെ വേണ്ടപ്പെട്ടവർ വല്ല ദുരിതമോ ദുഃഖമോ രോഗമോ കഷ്ടമോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവരോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ ധ്യാനം ചെയ്തിട്ട് ആ ഒരു ദുഃഖത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കും. നമ്മുടെ ധ്യാനശക്തി കൊണ്ട് അത് അവർക്ക് ശമനം കാണുകയും ചെയ്യും, മാറ്റം കാണുകയും ചെയ്യും. പക്ഷെ അവര് പൂർവ്വജന്മത്തിൽ മറ്റുള്ളവർക്ക് കൊടുത്ത ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവത്തിലൂടെ അനുഭവിച്ച് ആ മറ്റുള്ളവർക്ക് കൊടുത്ത ദുരിതങ്ങളെ, ആ പാപകർമ്മങ്ങളെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വാനുഭവത്തിൽ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. സോ നമ്മൾ കാരണം അവർക്ക് ആ ഒരു ആശ്വാസം കിട്ടുമ്പോൾ അവര് അടുത്ത ജന്മത്തിൽ, ഈ ജന്മത്തിൽ അനുഭവിച്ച് ആ ഒരു കർമ്മ പ്രക്ഷാളനം സംഭവിക്കേണ്ട ആ ദിവ്യാത്മ സ്വരൂപരെ നമ്മൾ അടുത്ത ജന്മത്തിലേക്ക് അവര് ഇതിലും ദുരിതത്തില്, എന്താ വെച്ചാൽ ഈ ജന്മത്തിൽ അവരെ അനുഭവിപ്പിക്കാൻ നമ്മൾ സമ്മതിച്ചില്ലല്ലോ, ഇതിലും ദുരിതം നിറഞ്ഞ അവസ്ഥകളിൽ അത് അനുഭവിക്കാൻ വേണ്ടി നമ്മുടെ വേണ്ടപ്പെട്ടവർ വരേണ്ടി വരും. സോ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരാളുടെ ജീവിതത്തിൽ ഇന്റർഫിയർ